NB Biology Classes മറ്റൊരു വീഡിയോ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 12 സുവോളജിയിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. പൂർണ്ണമായും ഹ്യൂമൻ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ NCERT ബേസിസിൽ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. എല്ലാവർക്കും വീണ്ടും സ്വാഗതം NB Biology ക്ലാസ്സസിലേക്ക്. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. ചാപ്റ്ററിന്റെ പേരെന്താണ്? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഓക്കെ, ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ മലയാളം തന്നെ നമുക്കറിയാം. എന്താണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ? മനുഷ്യന്റെ പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. സോ മനുഷ്യന്റെ പ്രത്യുൽപാദനം എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണ് പുരുഷ ലൈംഗിക അവയവങ്ങൾ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, എങ്ങനെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് എന്താണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന ധാരാളം കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പൊ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, മനുഷ്യന്റെ പ്രത്യേകത സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആണ്. വിവിപാരസ് ആണ്. സെക്ഷലി റീപ്രൊഡ്യൂസിങ് രണ്ട് ടൈപ്പ് റീപ്രൊഡക്ഷൻ നമുക്ക് ബോട്ടണിയിൽ പഠിക്കണം. ഒന്ന് സെക്ഷൽ റീപ്രൊഡക്ഷനും രണ്ട് അസെക്ഷൽ റീപ്രൊഡക്ഷനും. The reproduction involving the formation of gametes and their fusion. ഗാമീറ്റ്സുകൾ ഉണ്ടാവുകയും അതിന് ഫ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതാണ് എന്തെന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗാമീറ്റ്സുകളൊന്നും ഫോം ചെയ്യുന്നില്ല. ഒരു ജീവിയെ മുറിഞ്ഞിട്ട് രണ്ടായി മാറും. ബൈനറി ഫിഷൻ, ഫ്രാഗ്മെന്റേഷൻ, അതൊക്കെ ഏതിൽ വരുന്നതാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്നതാണ്. നമ്മൾ ഈ ചാപ്റ്റർ പൂർണ്ണമായും ഹ്യൂമൻ റീപ്രൊഡക്ഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമുക്കറിയാം ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആണ്. വിവിപാരസ് ആണ്. വിവിപാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസവിക്കുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വിവിപാരസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഒവിപാരസ്? ഒവിപാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുട്ടയിടുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് ഒവിപാരസ് എന്ന് പറയുന്നത്. നോക്കി നോക്കൂ, മുട്ടനാലിച്ചാൽ മതി. ഓ എന്ന് പറഞ്ഞാൽ മുട്ട എന്ന് വിചാരിക്കുക. അപ്പൊ ഒവിപാരസ് എന്ന് പറഞ്ഞാൽ മുട്ടയിടുന്ന ജീവികളാണ്. വിവിപാരസ് എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന ജീവികളാണ്. അപ്പൊ മനുഷ്യന്മാരെല്ലാവരും എന്താണ്? മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആണ്. പിന്നെന്താണ്? വിവിപാരസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീപ്രൊഡക്റ്റീവ് ഇവന്റുകളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ഏതായിരുന്നു? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ആണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ തന്നെ എന്താണ്? എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു റീപ്രൊഡ്യൂസ് ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്പീഷീസ്. സോ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു റീപ്രൊഡ്യൂസ് ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്പീഷീസ് ഈസ് കാൾഡ് എന്തെന്ന് പറയുന്നത്? റീപ്രൊഡക്ഷൻ. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീപ്രൊഡക്ഷന്റെ ഇവന്റുകളെ കുറിച്ചാണ്. റീപ്രൊഡക്റ്റീവ് ഇവന്റുകളെ കുറിച്ചാണ്. എന്തൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് ഇവന്റുകൾ, സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഗാമിറ്റോജനസിസ് ആണ്. ജനസിസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? പ്രൊഡക്ഷൻ എന്നാണ്, ഉണ്ടാക്കുക എന്നാണ്. ഗാമീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗാമീറ്റുകൾ എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്കറിയാം ലിംഗകോശങ്ങൾ എന്ന് പറയും, ലിംഗകോശം. അപ്പൊ ഗാമിറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ ഗാമീറ്റുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഗാമിറ്റോജനസിസ്. നമുക്കറിയാം നമ്മളെല്ലാവരും എന്താണ്? നമ്മളെല്ലാവരും ഡൈഷ്യസ് ആണ്. ആണ് വേറെയാണ്, പെണ്ണ് വേറെ. അപ്പൊ ആൺകൾ വേറെ ഉണ്ട്, പെണ്ണുങ്ങൾ വേറെ ഉണ്ട്, അല്ലെ? സ്ത്രീകൾ വേറെ ഉണ്ട്, പുരുഷന്മാർ വേറെയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഇതിൽ വരുന്നതാണ്, ഡൈഷ്യസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഗാമീറ്റുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഗാമിറ്റോജനസിസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം. അപ്പൊ നമ്മൾ രണ്ടുപേരുണ്ട്, അല്ലെ? നമുക്ക് രണ്ട് ടൈപ്പ് സെക്സ് ഉണ്ട്. ഒന്ന് എന്താണ്? മെയിൽ എന്ന് പറയും, ഇല്ലെ? പുരുഷന്മാർ എന്ന് പറയും. ഈ പുരുഷന്മാരുടെ ലൈംഗികാവയവത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ടെസ്റ്റിസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയും വൃഷ്ണം എന്ന് പറയും. ഓക്കെ, ഈ ടെസ്റ്റിസ് ഉണ്ടാക്കുന്ന ഗമീറ്റിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? സ്പേം എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയും പുംബീജം എന്ന് പറയും. പുംബീജം എന്ന് പറയും. അപ്പൊ സ്പേം എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷന്റെ ഗമീറ്റ് ആണ്. അപ്പൊ ഈ സ്പേം ഉണ്ടാക്കുന്നത് ആരാണ്? ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് ആരുടെ ലൈംഗികാവയവമാണ്? മെയിലിന്റെ ലൈംഗിക. അപ്പൊ ആണുങ്ങളുടെ, പുരുഷന്മാരുടെ ലൈംഗികാവയവമാണ് ടെസ്റ്റിസ്. ടെസ്റ്റിസ് ഉണ്ടാക്കുന്ന ഗാമീറ്റ് ആണ് സ്പേം. ഈ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പേരാണ്, സ്പേം പ്രൊഡക്ഷന്റെ പേരാണ് സ്പെർമറ്റോജനസിസ് എന്ന് പറയുന്നത്. സ്പെർമറ്റോജനസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീപ്രൊഡക്റ്റീവിലെ ആദ്യത്തെ സ്റ്റെപ്പാണ്. സ്റ്റെപ്പിന്റെ പേര് എന്താണ്? ഗാമിറ്റോജനസിസ് ആണ്. ഇത്രയും കാര്യം ഇത് മനസ്സിലായാൽ മാത്രം നമുക്ക് ചാപ്റ്റർ കുറച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് ഗാമിറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ? പ്രൊഡക്ഷൻ ഓഫ് ഗാമീറ്റ്. രണ്ട് ടൈപ്പ് ഗാമീറ്റുകൾ ഉണ്ട്. ഒന്ന് സ്പേം, രണ്ട് എഗ്. അപ്പൊ സ്പേം എന്ന് പറഞ്ഞാൽ പുരുഷന്റെ ഗാമീറ്റ് ആണ്, പുരുഷന്റെ ലിംഗകോശമാണ്. അത് ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? ടെസ്റ്റിസ് എന്നാണ്. അപ്പൊ പുരുഷന്റെ ലൈംഗികാവയവമായ ടെസ്റ്റിസിനകത്ത് നിന്നാണ് സ്പേം ഉണ്ടാകുന്നത്. സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് സ്പെർമറ്റോജനസിസ്. ഇനി ഒരു തമാശ പറയട്ടെ, ഈ സ്പെർമറ്റോജനസിസ് എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളത്? സ്പെർമറ്റോജനസിസ് ആരംഭിക്കുക പ്യൂബേർട്ടിക്ക് ശേഷമായിരിക്കും. എന്താണ് പ്യൂബേർട്ടി എന്ന് പറഞ്ഞാൽ?
പ്രായപൂർത്തിയാവുക. ഒരു ആൺകുട്ടി പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമേ സ്പെർമറ്റോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ആരംഭിക്കുള്ളൂ. ആരില്? പുരുഷന്മാരില്. ബാക്കി കൂടി കേൾക്കൂ. ഇറ്റ് കണ്ടിന്യൂസ് ഇൻ ദ ഓൾഡ് മാൻ. ഇറ്റ് കണ്ടിന്യൂസ് ഇൻ ദ ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റോപ്പേജിൽ ജീവിതകാലം മുഴുവനും സ്പേം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആർക്കെന്ന് പറയുന്നത്? പുരുഷന്മാരിൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ്. അപ്പൊ രണ്ടാമത്തെ ഗാമീറ്റ്, നമ്മുടെ രണ്ടാമത്തെ സെക്സ് ഏതാണ്? നമുക്കറിയാം ഫീമെയിൽ എന്ന് പറയും. ഫീമെയിലിന്റെ ലൈംഗികാവയവത്തെ വിളിക്കുന്ന പേരാണ് ഓവറി എന്ന് പറയും. മലയാളത്തിൽ പറയും അണ്ഡാശയം എന്ന് പറയും. അണ്ഡാശയം എന്ന് പറയും. ഓക്കെ, ഈ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റിനെ വിളിക്കുന്ന പേരാണ് എഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഓവം എന്ന് പറയും. എഗ്ഗിന്റെ വേറെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഓവം എന്ന് പറയും. അപ്പൊ സ്ത്രീകളുടെ ലൈംഗികാവയവമാണ് ഓവറി. ഓവറിക്കകത്തുണ്ടാകുന്ന ഗാമീറ്റിന്റെ പേരാണ് എഗ്, അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നത്? ഓവം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് oogenesis എന്ന് പറയും. oogenesis എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് പഠിച്ചു. എന്ത്? ഗാമീറ്റോജനസിസ്. നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ പേര് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അല്ല, ആദ്യത്തേതാണ് എന്ത്? റീപ്രൊഡക്റ്റീവ് ഇവന്റ്. ഏതൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് ഇവന്റുകൾ? ആദ്യത്തെ സ്റ്റെപ്പ് ഗാമീറ്റോജനസിസ്. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്. ഗാമീറ്റുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഗാമീറ്റോജനസിസ്. പുരുഷന്മാരുടെ ഗാമീറ്റിന്റെ പേരാണ് സ്പേം എന്ന് പറയും. സ്ത്രീകളുടെ ഗാമീറ്റിന്റെ പേരാണ് എഗ് എന്ന് പറയും. അല്ലെ, സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സ്പെർമറ്റോജനസിസ് എന്ന് പറയും. എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് എന്ത് പറയുന്നത്? oogenesis എന്ന് പറയും. oogenesis എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മെയിലില് ടെസ്റ്റിസിനകത്തുനിന്ന് സ്പേം ഉണ്ടാകും. എപ്പോഴാണ് സ്പേം ഉണ്ടാവുക? പ്യൂബർട്ടി എത്തുന്നതിന് ശേഷം. ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ഇൻ ദ ഓൾഡ് മാൻ. ജീവിതകാലം മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്യും. എന്ത്? പ്യൂബർട്ടിക്ക് ശേഷം. എന്ത്? സ്പേം. അപ്പൊ ഈ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് സ്പെർമറ്റോജനസിസ്. അപ്പൊ ഫീമെയിലിലെ സെക്സ് ഓർഗൻ ഏതാണ്? ഓവറിയാണ്, അണ്ഡാശയം. അവന്മാരുണ്ടാക്കുന്നതാണ് എഗ് അല്ലെങ്കിൽ ഓവം. ആ എഗ് അല്ലെങ്കിൽ ഓവം ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് എന്ത്? oogenesis. ഈ oogenesisന് പ്രത്യേകത ഉണ്ട്. ഇറ്റ് സ്റ്റാർട്ട്സ് ഡ്യൂറിംഗ് ദ എംബ്രിയോണിക് സ്റ്റേജ്. അതായത് ഒരു പെൺകുട്ടി ആ പെൺകുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിലാകുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ ഓവറിക്കകത്ത് എന്ത് സ്റ്റാർട്ട് ചെയ്യും? എംബ്രിയോജനസിസ് സ്റ്റാർട്ട് ചെയ്യും. ബാക്കി കാര്യങ്ങൾ നമ്മൾ oogenesis എന്ന് പറഞ്ഞ ടോപ്പിക് എടുക്കുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇറ്റ് സ്റ്റോപ്പ് അറ്റ് ദ ഏജ് ഓഫ് 50. ഏകദേശം 50 വയസ്സാകുമ്പോൾ oogenesis എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. മറ്റേതായിരിക്കും. അപ്പൊ സ്പെർമറ്റോജനസിസ് സ്റ്റാർട്ട്സ് ഓൺലി ആഫ്റ്റർ പ്യൂബർട്ടി ആൻഡ് കണ്ടിന്യൂസ് ഇൻ ദ ഓൾഡ് മെൻ. oogenesis it starts during the embryonic life and stop അല്ലെങ്കിൽ ceases at the age of 50 years. 50ാമത്തെ വയസ്സിൽ എന്ത് ചെയ്യും? അത് സ്റ്റോപ്പ് ആവും. ഓക്കെ, സോറി. അപ്പൊ നമ്മൾ ഏത് കഴിഞ്ഞു? ഗാമീറ്റോജനസിസ് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കുക രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇൻസെമിനേഷൻ എന്ന് പറയും. ഇവിടെ ഒരു പുതിയ ചിത്രം പ്രത്യക്ഷപ്പെട്ടതായിട്ട് കാണാം അല്ലെ. ഇതാണ് സ്ത്രീ ലൈംഗികാവയവം എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. അപ്പൊ ഗാമീറ്റുകൾ ഉണ്ടാകുന്ന പ്രോസസ് എന്താണ്? ഗാമീറ്റോജനസിസ്. ഇനി രണ്ടാമത്തെ റീപ്രൊഡക്റ്റീവ് ഇവന്റിന്റെ സ്റ്റെപ്പാണ്. സ്റ്റെപ്പിന്റെ പേരെന്താണ്? ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ ആദ്യത്തത് ഇൻസെമിനേഷൻ. സെമൻ പാർട്ട്ണറുടെ വജനിലേക്ക് നിക്ഷേപിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ എന്ന് പറയും. അപ്പൊ എന്താണ് സെമൻ എന്നുള്ള കാര്യം പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലാസ് തുടരെ കണ്ടിന്യൂറ്റി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സെമൻ എന്ന് പറയും. മലയാളത്തിൽ ശുക്ലം എന്ന് പറയും. തൽക്കാലം ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. പുരുഷൻ തന്റെ പാർട്ട്ണറുടെ വജേനിയയിലേക്ക് സ്പേം ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻസെമിനേഷൻ. ഇംഗ്ലീഷിൽ വിളിക്കും, ഡെഫിനേഷൻ വേണമെങ്കിൽ പറയാം, ഇറ്റ് ഇസ് എ ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻ ടു ദ ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്. ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് സ്പേം ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻസെമിനേഷൻ. ആക്ച്വലി സെമൻ ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. എന്താണ് സെമൻ എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ക്ലാസ് തുടരെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് സെമൻ എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷൻ തന്റെ പാർട്ട്ണറുടെ ഫീമെയിൽസിന്റെ വജൈനയിലേക്ക് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് സ്പേം ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻസെമിനേഷൻ. ഇനി ചിത്രത്തിലേക്ക് കടക്കാം. ഇതാണ് സ്ത്രീ ലൈംഗികാവയവം. ഓക്കെ, ഇതാണ് ഗർഭാശയം എന്ന് പറയും. ഇംഗ്ലീഷിൽ വിളിക്കും യൂട്രസ് എന്ന് വിളിക്കും. യൂട്രസ്. ഇതാണ് വജൈന എന്ന് പറയും, യോനി എന്ന് പറയും. ഇതാണ് ഓവറി എന്ന് പറയുന്നത്. ഇതാണ് ഒവിഡക്ട്. ഓവറി നമുക്കറിയാം, മലയാളത്തിൽ എന്ന് വിളിക്കും അണ്ഡാശയം. നമുക്കറിയാം ഓവറിനകത്താണ് എന്തുണ്ടാകുന്നത്? എഗ് അല്ലെങ്കിൽ ഓവം ഉണ്ടാകുന്നത്. ആ പ്രോസസ്സിന്റെ പേരെന്താ നമ്മൾ പഠിച്ചത്? oogenesis എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് എന്തുണ്ടാകുന്നു? എഗ് അല്ലെങ്കിൽ ഓവം. ഇതാണല്ലോ ഓവറി എന്ന് പറയുന്നത്. ഇതെന്താണ്? യൂട്രസ്. ഇതെന്താണ്? ഒവിഡക്ട്. ഞാൻ ഇവിടെ വരയ്ക്കുന്നത് ഇതെന്താണ്? ഈ ട്യൂബിനെ വിളിക്കുന്ന പേരാണ് ഒവിഡക്ട് എന്ന് പറയും. ഓക്കെ, ഒവിഡക്റ്റിന് മറ്റൊരു പേരുണ്ട് ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയും. ഒവിഡക്റ്റിന് മറ്റൊരു പേരാണ് ഫലോപ്പിയൻ ട്യൂബ്. അപ്പൊ ഇതെന്താണ്? സ്ത്രീ ലൈംഗികാവയവമാണ്.
ഓവർ ഇവിടെ കാണാം, യൂട്രസ് ഇവിടെ കാണാം, വജീന ഇവിടെ കാണാം. അപ്പോൾ ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ വജീനയുടെ അകത്തേക്ക് എന്ത് ഡെപ്പോസിറ്റ് ചെയ്തു? സ്പേം ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ സ്പേം ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻസെമിനേഷൻ. ഇതാണ് ഇവിടെ വജീന കാണാം. അപ്പൊ വജീനയിലേക്ക് സ്പേം ഡെപ്പോസിറ്റ് ചെയ്തു. ഞാൻ ഡയഗ്രമാറ്റിക് ആയിട്ട് സ്കെച്ച് ചെയ്യാണ്. ഇതാ ഇവിടെ സ്പേം ഇങ്ങനെ റിലീസ് ചെയ്തു. ഇങ്ങനെ ഈ സ്പേം റിലീസ് ചെയ്യാൻ സ്പേമിന്റെ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ സ്പേം ഡെപ്പോസിറ്റ് ചെയ്ത പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? ഓവറി. ഓവറി എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എഗ് പ്രൊഡ്യൂസ് ചെയ്യും. ആ എഗ് ഇതിനകത്തുനിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യും. ഓവറിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യും. ഓവറിന്റെ അകത്തുനിന്ന് എഗ് പുറത്തോട്ട് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ എന്ന് പറയും. റിലീസ് ഓഫ് എഗ് ഫ്രം ദ ഓവറി ഈസ് കാൾഡ്. ഓവിഡക്റ്റിന് അറ്റത്ത് വിരല് പോലെ കുറെ ഭാഗമുണ്ട് അല്ലെ, അതിന് വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ എന്ന് വിളിക്കും. ഓക്കെ, എന്താ വിളിക്കുന്ന പേര്? ഫിംബ്രിയെ എന്ന് വിളിക്കും. ആ ഫിംബ്രിയ എന്ത് ചെയ്യും? ഈ റിലീസ് ചെയ്ത എഗ്ഗിനെ വലിച്ചെടുക്കും. റിലീസ് ചെയ്ത എഗ്ഗിനെ വലിച്ചെടുത്തിട്ട് ഇതാ ഇവിടെ കൊണ്ടുപോയിട്ട് വെക്കും. അപ്പൊ ഇത് ഇങ്ങനെ ഇതിനകത്ത് കൂടി പോയിട്ട് ഇതാ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഓവറിനകത്തുനിന്ന് എഗ് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഓവുലേഷൻ. ആ റിലീസ് ചെയ്ത ഓവുലേറ്റ് ചെയ്ത എഗ്ഗിനെ ഫിംബ്രിയ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. അപ്പൊ സോ ദ ഫംഗ്ഷൻ ഓഫ് ദ ഫിംബ്രിയെ, അതായത് ഒവിഡക്റ്റിന്റെ അറ്റത്ത് കുറെ വിരല് പോലെ, ഇപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ടാവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെ. ഇതാണ് യൂട്രസ് എന്ന് വിചാരിച്ചു, ഇതാണ് ഒവിഡക്റ്റ് എന്ന് വിചാരിച്ചു. ഈ ഒവിഡക്റ്റിന്റെ അറ്റത്ത് കുറെ വിരല് പോലത്തെ ഭാഗം, ഈ വിരല് പോലത്തെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിംബ്രിയ. ഫിംബ്രിയുടെ ഫംഗ്ഷൻ എന്താണ് അറിയോ? കളക്ഷൻ ഓഫ് എഗ് ആഫ്റ്റർ ഓവുലേഷൻ. ഓവുലേഷന് ശേഷം റിലീസ് ചെയ്ത എഗ്ഗിനെ കളക്ട് ചെയ്ത് ഒവിഡക്റ്റിലേക്ക് എത്തിക്കുക. അതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഫിംബ്രിയന്റെ ഫംഗ്ഷൻ. ഇതൊക്കെ എന്താണെന്ന് കുറച്ചും കൂടി മുന്നോട്ട് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ എടുക്കുന്നത് ബേസിക് ആണ്, പെട്ടെന്ന് മനസ്സിലാക്കുക. ഇത് ഈ ക്ലാസ് മനസ്സിലായാൽ മാത്രമേ ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവുള്ളൂ. ഓക്കെ, നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു? ഗാമറ്റോജെനസിസ് ഡിസ്കസ് ചെയ്തു, ഇൻസെമിനേഷൻ ഡിസ്കസ് ചെയ്തു. എന്താണ് ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ? transfer of the male gamete into the female genital tract. In a transfer of the sperm into the female genital tract is called എന്തെന്ന് പറയുന്നത്? ഇൻസെമിനേഷൻ. അങ്ങനെ ഭർത്താവ് ഭാര്യയുടെ വജീനയിലേക്ക് എന്ത് ഡെപ്പോസിറ്റ് ചെയ്തു? സ്പേം ഡെപ്പോസിറ്റ് ചെയ്തു. ഓക്കെ, ഓവറിക്കകത്ത് എന്തുണ്ടായി? എഗ് ഉണ്ടായി. ആ എഗ് റിലീസ് ചെയ്ത പ്രോസസ് എന്താണ്? ഓവുലേഷൻ. അങ്ങനെ ഓവുലേറ്റ് ചെയ്ത എഗ് ഫിംബ്രിയെ കളക്ട് ചെയ്ത് ഇവിടെ. ഓക്കെ, ഇനി ബാക്കി കഥ കേൾക്കും. ഓക്കെ, ആ സ്പേം ഇതാ ഇവിടെ കാണാം. സ്പേം ഇങ്ങനെ മൂവ് ചെയ്ത് ഇതിനകത്ത് കൂടി യൂട്രസിനകത്ത് കൂടി ഇങ്ങനെ പോവാണേ. യൂട്രസിനകത്ത് കൂടി സ്പേം അങ്ങനെ പോയി ഇതാ സ്പേം ഇങ്ങനെ പോയി ഒവിഡയിനകത്ത് കൂടി പോയി ഇതാ ഇവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ്. ആരാണ് കണ്ടുമുട്ടുന്നത്? സ്പേമും എഗ്ഗും കണ്ടുമുട്ടാണ്. എവിടെ വെച്ച്? ഇതാ ഒവിഡക്റ്റിൽ വെച്ച് കണ്ടുമുട്ടാണ് അല്ലെ. ആരൊക്കെയാണ്? സ്പേമും എഗ്ഗും കണ്ടുമുട്ടാണ്. അങ്ങനെ ഇവിടെ നടക്കുന്ന ചിത്രം ഞാൻ ഇവിടെ വരയ്ക്കാം. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഇതാ എഗ്, ഇതാണ് ഇവിടെ. ഈ എഗ്ഗിന്റെ ചിത്രമാണിത്. സ്പേമിന്റെ ചിത്രമാണിത്. അങ്ങനെ ധാരാളം സ്പേം എഗ്ഗിനടുത്തേക്ക് നീങ്ങാണ്. ഈ സ്പേം ഡെപ്പോസിറ്റ് ചെയ്ത സ്പേം റിലീസ് ചെയ്ത പ്രോസസ്സിന് വരുന്ന ഇൻസെമിനേഷൻ. ആരെ ഡെപ്പോസിറ്റ് ചെയ്ത്? മെയിൽ പാർട്ണർ. എങ്ങോട്ട്? വജിനയിലേക്ക്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് എന്ത്? ഇൻസെമിനേഷൻ. എഗ് ഉണ്ടാകുന്ന പ്രോസസ്സിന് വരുന്ന oogenesis. എപ്പോഴാണ് ആരംഭിക്കുക? പ്യൂബർട്ടിക് ആണ് ആരംഭിക്കുക. സോറി, എംബ്രിയോണിക് സ്റ്റേജിലാണ് ആരംഭിക്കുക. ആൻഡ് സ്റ്റോപ്പ് അറ്റ് ദ ഏജ് ഓഫ് 50 years അല്ലെ. അങ്ങനെ എഗ് ഉണ്ടായി. ആ എഗ് റിലീസ് ചെയ്ത പ്രോസസ്സിന് വരുന്ന ഓവുലേഷൻ. അങ്ങനെ ഓവുലേറ്റ് ചെയ്ത എഗ് ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. സ്പേം ഡെപ്പോസിറ്റ് ചെയ്ത് ഈ സ്പേം വജീന വഴി യൂട്രസ് വഴി ഇങ്ങനെ അടുത്തേക്ക് പോകണം. ആരുടെ അടുത്തേക്ക് പോകണം? നമ്മുടെ എഗ്ഗിന്റെ അടുത്തേക്ക് പോവുകയാണ്. എഗ്ഗിന്റെ അടുത്ത് അവർ കണ്ടുമുട്ടുകയാണ്. ആര്? സ്പേമും എഗ്ഗും കണ്ടുമുട്ടുകയാണ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ധാരാളം സ്പേം ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ സ്പേം എല്ലാം കൂടി മൂവ് ചെയ്ത് എഗ്ഗിന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് ധാരാളം സ്പേമിൽ ഒരു സ്പേം മാത്രമാണ് സുഹൃത്തുക്കളെ, ഒരു സ്പേം മാത്രമാണ് ഏതിനകത്തോട് കയറി പോകുന്നത്? ഇതാണ് നമ്മുടെ എഗ്ഗ്. എഗ്ഗിനകത്തേക്ക് ഒരു സ്പേം മാത്രമാണ് കയറി പോകുന്നത്. ഒരു സ്പേം മാത്രം ഉള്ളിലോട്ട് കയറിപ്പോയി. എന്നിട്ടോ ഈ സ്പേമിന്റെ ന്യൂക്ലിയസും എഗ്ഗിന്റെ ന്യൂക്ലിയസും കൂടി ചേരുകയാണ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ പറയാം. അപ്പൊ സ്പേം റിലീസ് ചെയ്തു. ആ സ്പേം യൂട്രസിനകത്ത് കൂടി ഇങ്ങനെ പോയി ഒവിഡക്റ്റിലേക്ക് എത്തി. ഒവിഡക്റ്റിൽ വെച്ച് സ്പേമും എഗ്ഗും കണ്ടുമുട്ടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? എഗ്ഗിനകത്തേക്ക് നമ്മുടെ സ്പേം ഉള്ളിലോട്ട് കയറും. എത്ര സ്പേം കയറും? ഒരൊറ്റ സ്പേം കയറുള്ളൂ. എന്നിട്ട് സ്പേമിന്റെ ന്യൂക്ലിയസും എഗ്ഗിന്റെ ന്യൂക്ലിയസും ഫ്യൂസ് ചെയ്യാണ്. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് എന്ത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അങ്ങനെ ഉണ്ടായ സെല്ലിനെ വിളിക്കുന്ന പേരാണ് സൈഗോട്ട് എന്ന് വിളിക്കും. സൈഗോട്ടിന്റെ മലയാളം സിക്താണ്ഡം എന്ന് വിളിക്കും. എന്ത്? സിക്താണ്ഡം. അപ്പൊ സ്പേമും എഗ്ഗും കൂടി ചേർന്നിട്ട് എന്തായി മാറി?
സൈഗോട്ടൈമർ. എവിടെ വെച്ചാൽ നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഫെർട്ടിലൈസേഷൻ എന്ന ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമീറ്റ് ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്. എവിടെ വെച്ചാൽ നടക്കുന്നത്? ഫീമെയിൽസിൽ എവിടെ വെച്ചാൽ നടക്കുന്നത്? ഒവിഡക്റ്റിൽ വെച്ച് നടക്കും. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ആ പ്രോസസ്സിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അങ്ങനെ ഫെർട്ടിലൈസേഷന് ഫലമായി ഉണ്ടാകുന്ന സെല്ലിനെ വിളിക്കുന്ന പേരാണ് സൈഗോട്ട്. ഒരു കാര്യം കൂടി പറയാം, സൈഗോട്ടിന്റെ ക്രോമസോം സംഖ്യ 46 ആണ്. മനുഷ്യന്റെ കേസിന്റെ കാര്യമാണ് പറയുന്നത്. ചാപ്റ്ററിന്റെ പേര് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചാപ്റ്ററിന്റെ പേര് എന്താണ്? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. അതുണ്ടായതിനാ 46 ക്രോമസോം ഉള്ള സൈഗോട്ട് ഉണ്ടായി. അപ്പൊ ഏതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു? ഗാമീറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഗാമീറ്റോജെനസിസ്. അങ്ങനെ ഗാമീറ്റ് ഉണ്ടായതിനു ശേഷം മെയിൽ പാർട്ണർ റിലീസ് sperm അല്ലെങ്കിൽ release semen into the vagina of the female. That process is called insemination. Fusion of the male and female gamete is called in the fertilization. Fertilization ഫലമായിട്ട് ഉണ്ടായ സെല്ലിനെ വിളിക്കുന്ന പേര് എന്താ? സൈഗോട്ട് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? സൈഗോട്ട് എന്ന് വിളിക്കും. ബാക്കി കഥ കേൾക്കുക. അപ്പൊ ബാക്കിയുള്ള സ്പേമനൊക്കെ നശിച്ചു പോകും. ഓക്കെ, ബാക്കിയുള്ള സ്പേം ഒക്കെ നശിച്ചു പോയി. അപ്പൊ ഇവിടെ എന്തുണ്ടായി മക്കളെ? ഇവിടെ സൈഗോട്ട് ഉണ്ടായി. ഓക്കെ, ഇവിടെ വെച്ച് നടത്തിയ ചിത്രമാണ്. സ്പേം ഉള്ളിലോട്ട് കയറി എഗ്ഗിനകത്തോട്ട് കയറി, ഒരു സ്പേം എഗ്ഗിനകത്തോട്ട് കയറി ഫ്യൂസ് ചെയ്തു, മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്തു. അങ്ങനെ ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫെർട്ടിലൈസേഷൻ. അങ്ങനെ ഉണ്ടായ സെല്ലിനെ വിളിക്കുന്ന പേരാണ് സൈഗോട്ട്. എവിടെ വെച്ചാണ് നടക്കുന്നത്? ഒവിഡക്റ്റിൽ വെച്ചാണ് നടക്കുന്നത്. കറക്റ്റ് ജംഗ്ഷൻ ഒക്കെ ഉണ്ട്. അതിന് പേരുണ്ട് ആംബ്യൂളർ ഈസ്റ്റിമിക് ജംഗ്ഷൻ. ആംബ്യൂള എന്ന് പുതിയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം, പിന്നീട് മനസ്സിലാവും. ഓക്കെ, തൽക്കാലം മനസ്സിലാക്കുക, ഒവിഡക്റ്റിൽ വെച്ചാണ് മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ഫ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഫെർട്ടിലൈസേഷൻ ഫലമായി എന്തുണ്ടായി? സൈഗോട്ട്. എവിടെ വെച്ചാണ് നടക്കുന്നത്? ഒവിഡക്റ്റിൽ വെച്ച്. ഇനി ബാക്കി കഥ കേൾക്കാം. ഈ സൈഗോട്ട് ഒരു സെല്ലാണല്ലോ സൈഗോട്ട്. ഈ സൈഗോട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, പക്ഷെ വേർപിരിയുന്നില്ല. ഇതാണ് സൈഗോട്ടെങ്കിൽ ഈ സൈഗോട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? വേർപിരിയുന്നില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഈ സൈഗോട്ട് ഇതാ രണ്ടായിട്ട് മാറുന്നു. ഞാൻ ഇവിടെ വരക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ വരക്കുന്നുണ്ട്. സൈഗോട്ട് എത്രയായിട്ട് മാറി? 2 സെല്ലുകളായി മാറി. ഇതിൽ ഓരോ സെല്ലിനെയും വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ബ്ലാസ്റ്റോമിയർ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ബ്ലാസ്റ്റോമിയർ. ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പറയാം. അങ്ങനെ സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്തായി മാറി? 2 സെല്ലായി മാറി. ഇതിൽ ഓരോ സെല്ലിനെയും വിളിക്കുന്ന പേരാണ് എന്ത്? ബ്ലാസ്റ്റോമിയർ എന്ന് പറയുന്നത്. ഈ 2 സെല്ലുള്ള ബ്ലാസ്റ്റോമിയർ വീണ്ടും ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ എത്ര സെല്ലായി മാറി? 4 സെല്ലായി. ഇതിൽ ഓരോ സെല്ലിനെയും വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോമിയർ. 4 സെല്ല് വീണ്ടും ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെ 8 ആകുന്നു. വീണ്ടും ഡിവൈഡ് ചെയ്യാണ്. 16 ബ്ലാസ്റ്റോമിയർ ആകുന്നു. വീണ്ടും പറയാം, ഫെർട്ടിലൈസേഷന്റെ ഫലമായി എന്തായി? സൈഗോട്ടായി. ആ സൈഗോട്ട് സെല്ല് ഡിവൈഡ്. ഇവിടെ നടക്കുന്ന ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഡിവിഷൻ ഇവിടെ നടക്കുന്നത് മൈറ്റോസിസ് ആണ്. അപ്പൊ ക്രോമസോം നമ്പർ ഒരു മാറ്റില്ല. ഇതിനകത്തും 46, ഇതിനകത്തും 40. ഈ 4 സെല്ലിനകത്തും 46, 8 സെല്ലിനകത്തും 46, 16 സെല്ലിനകത്തും 46 ക്രോമസോമുകളായിരിക്കും ഉണ്ടാവും. അങ്ങനെ സൈഗോട്ട് 2 സെല്ലായി. ഓരോ സെല്ലിനും പേരും ബ്ലാസ്റ്റോമിയർ. 4 സെല്ലുകളായി. ഓരോ സെല്ലിനും പേരും ബ്ലാസ്റ്റോമിയർ. 8 സെല്ലിന് പേരും ബ്ലാസ്റ്റോമിയർ. ഓരോ സെല്ലിനും പേരും ബ്ലാസ്റ്റോമിയർ. 16. ഈ 8 മുതൽ 16 സെല്ലുകളെ ഈ സാധനത്തെ വിളിക്കുന്ന പേരാണ് മോറുല എന്ന് വിളിക്കും. മോറുല എന്നുള്ള വാക്കിന്റെ അർത്ഥം മൾബറി ഷേപ്പ് എന്ന്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, മോറുലയുടെ ചിത്രം ഇവിടെ കാണാം. ആ ഡിവിഷൻ നടക്കുന്നത് നോക്കൂ. 2 സെല്ലായി, 4 സെല്ലായി, 8 സെല്ലായി, 16 സെല്ലായി കാണാം. 8 മുതൽ 16 സെല്ലിനെ വിളിക്കുന്ന പേരെന്താ? മോറുല എന്ന് പറയും. അപ്പൊ ഈ സൈഗോട്ട് ഇവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടന്നു ഇല്ലേ? ഒവിഡക്റ്റില്. അതിന് ഇതിനകത്ത് കൂടി ഇതിനകത്ത് കൂടി ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണ് യൂട്രസിനകത്താണല്ലോ നമ്മൾ താമസിച്ചതിലെ ഏകദേശം 9 മാസത്തോളം നമ്മൾ താമസിച്ചത് യൂട്രസിനകത്താണ്, അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത്. അല്ലാതെ അമ്മയുടെ വയറ്റിനകത്തല്ല നമ്മൾ താമസിച്ചത്. നമ്മൾ എവിടെയാണ് താമസിച്ചത്? ഗർഭപാത്രം, അതായത് യൂട്രസിനകത്താണ് താമസിച്ചത് അല്ലെ? അപ്പൊ ഇത് ഇവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ ഫലമായി സൈഗോട്ടായി. അത് 2 4 8 ആവും. ഇതിങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ വരിക, ഇങ്ങോട്ട് വരിക യൂട്രസ്. അപ്പോൾ സംശയം ഉണ്ടാവും, എങ്ങനെയാ ഇതിനകത്ത് കൂടി നിങ്ങൾ ഉരുണ്ട് വരുന്നത്? ഈ ട്യൂബിന്റെ പേര് നമുക്കറിയാം, ഒവിഡക്റ്റ്. ഒവിഡക്റ്റ് ഈസ് ലൈൻഡ് ബൈ സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഒവിഡക്റ്റിനകത്തുള്ള എപ്പിത്തീലിയത്തിന്റെ പേരെന്താ? സീലിയേറ്റഡ് എപ്പിത്തീലിയം. അപ്പൊ ഇതിനകത്തൊക്കെ സീലിയ ഉണ്ടാവും. ഞാൻ വലുതാക്കി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒവിഡക്റ്റ് എങ്കിൽ ഈ ഒവിഡക്റ്റിനകത്തൊക്കെ ധാരാളമായിട്ട് എന്തുണ്ടാവും? സീലിയ ഉണ്ടാവും. ആ സീലിയ നമ്മുടെ സൈഗോട്ടിനെ ഇങ്ങനെ കളിക്കും. സീലിയ ആ സൈഗോട്ടിനെ തട്ടി എങ്ങോട്ട് കൊണ്ടുപോകും? യൂട്രസിലേക്ക് കൊണ്ടുപോവാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് എത്താൻ ഏകദേശം 7 ദിവസം എടുക്കും. ഇതിന്റെ ലെങ്ത് ഏകദേശം 10 മുതൽ 12 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത് സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് 2 ആയി, 4 ആയി, 8 ആയി, 16, 8 മുതൽ 16 സെല്ലിനെ വിളിക്കുന്ന പേരെന്താണ്? മോറുല എന്ന് പറയും. ഓക്കെ, സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് 2 ആയി, 4 ആയി, 8 ആയി, 16, 8 മുതൽ 16 സെല്ലിനെ വിളിക്കുന്ന പേരെന്താ? മോറുല എന്ന് പറയും. ഇങ്ങനെ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് 4ാമത്തെ സ്റ്റെപ്പ് ക്ലീവേജ് എന്ന് പറയും.
എപ്പോഴും ആലോചിക്കുക, ഈ ക്ലീവേജിൽ നടക്കുന്ന സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? മൈറ്റോസിസ് ആണ്, ഏതല്ല? മിയോസിസ് അല്ല. ഓക്കെ, അപ്പൊ ഇതോടുകൂടി 4 സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്തു. ഗമറ്റോജൻസിസ് കംപ്ലീറ്റ് ചെയ്തു, ഇൻസെമിനേഷൻ കംപ്ലീറ്റ് ചെയ്തു, ഫെർട്ടിലൈസേഷൻ കംപ്ലീറ്റ് ചെയ്തു, ക്ലീവേജ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി മോറുല. ഈ മോറുല വീണ്ടും ഡിവൈഡ് ചെയ്യും. അപ്പൊ ഞാൻ ഈ മൈറ്റോസിസ് മായ്ക്കാണ്, സ്ഥലമില്ലാത്തതുകൊണ്ട് മൈറ്റോസിസ് എന്നത് മായ്ക്കാണ്. ഈ മോറുല വീണ്ടും ഡിവൈഡ് ചെയ്യും. വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന സെല്ലുകള് 2 ലെയറുകളായിട്ട് അറേഞ്ച് ചെയ്തത് കാണാം. 2 ലെയറുകളായി അറേഞ്ച് ചെയ്ത് കാണാം. ഓക്കെ, ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ താഴെ ചിത്രം വരയ്ക്കാം. ഓക്കെ, അതായിരിക്കും കുറച്ചും കൂടി കംഫർട്ട് എന്ന് പറയും. താഴെ ചിത്രം വരയ്ക്കാം, അതായിരിക്കും കംഫർട്ട് എന്ന് പറയും. അപ്പൊ നോക്കൂ. ഓക്കെ, അപ്പൊ ഈ മോറുല വീണ്ടും ഡിവൈഡ് ചെയ്യും. മോറുല വീണ്ടും ക്ലീവ് ചെയ്യും. മോറുല വീണ്ടും ഡിവൈഡ് ചെയ്താൽ അടുത്ത സ്റ്റേജിന്റെ പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയും. എന്ത്? ബ്ലാസ്റ്റോസിസ്റ്റ്. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, താഴെയാണ് എഴുതുന്നത്, സ്ഥലമില്ലായിട്ട്. ബ്ലാസ്റ്റോസിസ്റ്റ് സ്പെല്ലിംഗ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പൊ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് 2 ഓരോ സെല്ലിനും പേരും ബ്ലാസ്റ്റോമിയർ, 4 സെല്ലുകളായി ഓരോ സെല്ലിനും പേരും ബ്ലാസ്റ്റോമിയർ, 8 മുതൽ 16 സെൽ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് മോറുല. മോറുല വീണ്ടും ഡിവൈഡ് ചെയ്ത് ആ സ്റ്റേജ് ആണ് ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിനകത്ത് ഓരോ സെല്ലിന്റെ പേരും എന്ത് തന്നെയാണ്? ബ്ലാസ്റ്റോമിയർ തന്നെയാണ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിനകത്തുള്ള ഓരോ സെല്ലിന്റെ പേരും എന്ത് തന്നെയാണ്? ബ്ലാസ്റ്റോമിയർ ആണ്. അത് 2 ലെയറുകളായിട്ടാണ് അറേഞ്ച് ചെയ്തത്. ഈ ഔട്ടർ ലെയറിന്റെ പേരാണ്, ഇതിന്റെ ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ്. ട്രോഫോബ്ലാസ്റ്റ് എന്ന് വിളിക്കും. ഉള്ളിലെ സെല്ലിനെ വിളിക്കുന്ന പേരാ, ഉള്ളിത്തെല്ലിനെ വിളിക്കുന്ന പേരാ ഇന്നർ സെൽ മാസ്. ബോർഡിന് വലിപ്പം കുറവായത് കൊണ്ട് ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്. അപ്പോ ഈ മോറിലെ വീണ്ടും ഡിവൈഡ് ചെയ്ത് അതിനെ വിളിക്കുന്ന പേരാ ബ്ലാസ്റ്റോസിസ്. ബ്ലാസ്റ്റോസിസ്റ്റിനകത്ത് ഓരോ സെല്ലിനെയും വിളിക്കുന്ന പേര് മറ്റേ സെല്ലുകളെ പോലെ തന്നെയാണ് ബ്ലാസ്റ്റോമിയർ. പക്ഷെ ബ്ലാസ്റ്റോസിസ്റ്റിനകത്ത് ബ്ലാസ്റ്റോമിയർ 2 ലെയറുകളായിട്ടാണ് അറേഞ്ച് ചെയ്തത്. ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേരാണ് ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയും. ഉള്ളിത്തെ ലെയറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇന്നർ സെൽ മാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏത് കഴിഞ്ഞു? 5ാമത്തെ സ്റ്റേജ് കഴിഞ്ഞു, ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്. അങ്ങനെ ഫെർട്ടിലൈസേഷന്റെ ഫലമായി സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിന്റെ പേരാണ് ക്ലീവേജ്. 2 4 8 മുതൽ 16 സെല്ലിന്റെ പേരാണ് മോറുല. മോറുല വീണ്ടും ഡിവൈഡ് ചെയ്താൽ എന്തായി മാറി? ബ്ലാസ്റ്റോസിസ്റ്റ്. ബ്ലാസ്റ്റോസിസ്റ്റിനകത്ത് ഓരോ സെല്ലിന്റെ പേര് ബ്ലാസ്റ്റോമിയർ ആണ്. ആ ബ്ലാസ്റ്റോമിയർ 2 ലെയറുകളായിട്ടാണ് അറേഞ്ച് ചെയ്തത്. ഔട്ടർ ലെയർ ഓഫ് ദ ബ്ലാസ്റ്റോസിസ്റ്റ് ഈസ് കോൾഡ് ട്രോഫോബ്ലാസ്റ്റ്. ഇന്നർ സെൽ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോഴേക്ക് ഞാൻ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ ഇവിടെ വെച്ച് നടന്നു. ഇങ്ങോട്ട് ഇങ്ങനെ സീലിയേറ്റഡ് എപ്പിത്തീലിയം തട്ടി ഏകദേശം ഇവിടെ എത്തുമ്പോഴുള്ള അവന്റെ സ്റ്റേജ് ആണ് എന്തെന്ന് പറയുന്നത്? ബ്ലാസ്റ്റോസിസ്റ്റ്. ആ ബ്ലാസ്റ്റോസിസ്റ്റ് നേരെ യൂട്രസിലേക്ക് പോകുന്നു. ഇവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടന്നു. ഒവിഡക്റ്റിലെ ഇവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടന്നു. പഴയ ടെക്സ്റ്റ് ബുക്കിൽ ആംബ്യുലറി ഇസ്റ്റിമിക് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒവിഡക്റ്റ് എഴുതാം, ആംബ്യുലറി ഇസ്റ്റിമിക് ജംഗ്ഷൻ എഴുതാം, ആംബ്യുലർ എന്നൊക്കെ എഴുതാം. അപ്പൊ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആംബ്യുലർ ഇസ്റ്റിമിക് ജംഗ്ഷനിലാണ്, അല്ലെങ്കിൽ ഒവിഡക്റ്റിലാണെന്ന് വിചാരിക്കാം. വിചാരിക്കല്ല, ആണ്. അപ്പൊ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ആ സൈഗോട്ട് 2 4 8 അപ്പൊ ഇങ്ങനെ ഇത് ഒവിഡക്റ്റിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ ക്ലീവേജ് മൊത്തം നടക്കുന്നത്. ഏകദേശം ഇവിടെ എത്തുമ്പോഴുള്ള അതിന്റെ രൂപമാണ് ആരുടെ? സൈഗോട്ടിന്റെ രൂപമാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എംബ്രിയോയുടെ രൂപമാണ് എന്തെന്ന് പറയുന്നത്? ബ്ലാസ്റ്റോസിസ്റ്റ്. അങ്ങനെ ബ്ലാസ്റ്റോസിസ്റ്റ് നേരെ യൂട്രസിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത യൂട്രസിനകത്ത് 3 ലെയറുകളാണ്. യൂട്രസിനകത്ത് ആ യൂട്രസിനകത്തുള്ള 3 ലെയറുകളാണ് പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഓക്കെ, പെരിമെട്രിയം എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ ഏറ്റവും പുറമത്തെ ലെയറിനെ വിളിക്കുന്ന പേരാണ് പെരിമെട്രിയം എന്ന് പറയും. യൂട്രസിന്റെ ഏറ്റവും പുറമത്തെ ലെയറിനെ വിളിക്കുന്ന പേരാണ് പെരിമെട്രിയം. അത് തിന്നാണ്. സെൻട്രൽ മിഡിൽ ലെയറിനെ വിളിക്കുന്ന പേരാണ് മയോമെട്രിയം എന്ന് പറയും. മയോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മസിലാണ്. അപ്പൊ യൂട്രസിന്റെ മസ്കുലാർ ലെയർ എന്ന് പറയുന്നത് ഏതാണ്? മയോമെട്രിയം. അപ്പൊ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ പെരിമെട്രിയം, മിഡിൽ ലെയർ ആണ് മയോമെട്രിയം എന്ന് പറയുന്നത് മസ്കുലാർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ടൈപ്പ് മസിൽ? നമുക്കറിയാം 3 ടൈപ്പ് മസിൽ ഉണ്ട്. സ്കെലിറ്റൽ മസിൽ, കാർഡിയാക് മസിൽ, സ്മൂത്ത് മസിൽ. ഈ മയോമെട്രിയത്തിനകത്തുള്ള മസിൽ ഏതാണ്? സ്മൂത്ത് മസിലാണ്. അപ്പൊ അതിലേക്ക് അതെന്ത് മസിലാണ്? ഇൻവോളണ്ടറി മസിൽസ്. അപ്പൊ ഏറ്റവും ഉള്ളിൽ ഞാൻ ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ സിഗ്സാഗ് ആക്കി വരച്ചിട്ടുണ്ട്. അതാണ് എൻഡോമെട്രിയം. അപ്പൊ 3 ലെയറുകളിലേക്ക് യൂട്രസിന്റെ പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. ഇതിൽ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. അത് ഗ്ലാൻഡുലാർ ആണ്. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് ഇവിടേക്ക് എത്തിയതാ, ബ്ലാസ്റ്റോസിസ്റ്റ് ഇവിടേക്ക് എത്തി. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിന് ഉള്ളിലോട്ട് പോകും. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിന് ഉള്ളിലോട്ട് ഇങ്ങനെ ഇറങ്ങി പോകും. അപ്പൊ ഇതാണ് എൻഡോമെട്രിയം എന്ന് വിചാരിക്കുക, ഇതാണ് എൻഡോമെട്രിയം എന്ന് വിചാരിക്കുക, ഇതാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ആ ബ്ലാസ്റ്റോസിസ്റ്റ് ഇങ്ങനെ വന്നതിന് ശേഷം എൻഡോമെട്രിയത്തിന് ഉള്ളിലോട്ട് ഇങ്ങനെ ഇറങ്ങി പോകും.
ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അറ്റാച്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ഇൻടു ദ എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിന്റെ മുകളിൽ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഇത്ര വൈഡ് ആയിട്ട് എടുക്കുന്നത്? ഈ ബേസ് കാര്യം മനസ്സിലായ ചാപ്റ്റർ മുന്നോട്ട് പോകാൻ നല്ല എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ഓൺ ദ ഇന്നർ ലെയർ ഓഫ് ദി യൂട്രസ്. എന്താണ് ഇന്നർ ലെയർ ഓഫ് ദി യൂട്രസ്? ഞാൻ പറഞ്ഞു യൂട്രസിന് 3 ലെയറുണ്ട്: പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. അതിൽ ഏറ്റവും മുഴുത്ത ലെയറാണ് എൻഡോമെട്രിയം. ആ എൻഡോമെട്രിയത്തിന് മുകളിൽ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഇംപ്ലാന്റേഷൻ എന്ന് പറയും. എന്തെന്ന് പറയുന്നത്? ഇംപ്ലാന്റേഷൻ. അപ്പൊ 6ാമത്തെ സ്റ്റെപ്പ് പോയി. അപ്പൊ ഇതൊക്കെ ഗാമറ്റോജെനസിസ് പറഞ്ഞു, ഇൻസെമിനേഷൻ പറഞ്ഞു, ഫെർട്ടിലൈസേഷൻ പറഞ്ഞു, ക്ലീവേജ് പറഞ്ഞു, ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് പറഞ്ഞു, ഇംപ്ലാന്റേഷൻ. അടുത്തത്, അങ്ങനെ ബ്ലാസ്റ്റോസിസ്റ്റ് ഏതിനകത്താണ്? എൻഡോമെട്രിയത്തിനകത്താണ്. എൻഡോമെട്രിയത്തിനകത്ത് ഫിക്സ് ആയി. ഇനി നമ്മുടെ കുഞ്ഞുവാവ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ചോദ്യം ഉണ്ടാവും, ഈ ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലേ ഉള്ളിലോട്ട് അറ്റാച്ച് ചെയ്തത്? ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ഏതിന്റെ? എൻഡോമെട്രിയത്തിനുള്ളിലേക്കാണ് അറ്റാച്ച് ചെയ്തത്. ആര്? ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ചെയ്തത്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഉള്ളിലത്തെ ബ്ലാസ്റ്റോമിനെ വിളിക്കുന്ന പേരെന്താ? ഇന്നർ സെൽ മാസ്. ആ ഇന്നർ സെൽ മാസ് ആണ് എംബ്രിയോ ആയിട്ട് മാറുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ ബ്ലാസ്റ്റോസിസ്റ്റിന് 2 ലെയറുകൾ ഉണ്ട് അല്ലെ? ഔട്ടർ ലെയർ ഈസ് കാൾഡ് ബ്ലാസ്റ്റോസിസ്റ്റിനകത്തുള്ള ഓരോ സെല്ലിനെയും വിളിക്കുന്ന പേരെന്താണ്? ബ്ലാസ്റ്റോമിയർ ആണ് അല്ലെ? ഇതിൽ ഔട്ടർ ലെയർ ഓഫ് outer layer of the blastocyst is called trophoblast. Inner cell is called inner cell. Blastomere is called inner cell mass. ഇതിൽ ഇന്നർ സെൽ മാസ് ആണ് എന്തായിട്ട് മാറുന്നത്? എംബ്രിയോ ആയിട്ട് മാറുന്നുള്ള കാര്യം മനസ്സിൽ വെക്കുക. അങ്ങനെ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിനകത്തോട്ട് പോകുന്നു. ഇന്നർ സെൽ മാസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് ഫീറ്റസ് അല്ലെങ്കിൽ എംബ്രിയോ ആയിട്ട് മാറാൻ പോവാണ്. അങ്ങനെ യൂട്രസിനകത്ത് കുഞ്ഞുവാവ അങ്ങനെ ഡെവലപ്പ് ചെയ്യണം. ആ കുഞ്ഞുവാവ് ഡെവലപ്പ് ചെയ്യുന്ന ദ എംബ്രിയോണിക് ഡെവലപ്മെന്റ് വിത്തിൻ ദ യൂട്രസ് ഓഫ് ദ ഫീമെയിൽ ഈസ് കാൾഡ് എന്തെന്ന് പറയുന്നത്? ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ 4ാമത്തെ സ്റ്റെപ്പ് നോക്കുക. 7ാമത്തെ സ്റ്റെപ്പ് നോക്കുക. ജസ്റ്റേഷൻ. ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. എംബ്രിയോണിക് ഡെവലപ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഗസ്റ്റേഷൻ. നമ്മൾ ഏകദേശം 9 മന്ത് ആണ് ഇതിനകത്ത് താമസിക്കുക അല്ലെ? യൂട്രസിനകത്ത് 9 മാസങ്ങളാണ്. ഈ 9 മാസത്തെ നമുക്ക് 3 ആക്കി ബാക്കി 1 2 3 4 5 6 7 8 9. ഇതിലെ ഓരോ 3 മാസത്തെയും വിളിക്കുന്ന പേരാണ് എത്ര മാസം? മൊത്തം 9 മാസം. 9 മാസമാണ് ഇതിനകത്ത് നമ്മൾ ഡെവലപ്മെന്റ് ചെയ്തുകൊടുക്കുക. ആ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. അതർവൈസ് വി കാൻ കോൾ ഇറ്റ് ആസ് ഗസ്റ്റേഷൻ. ഇതിനെ വിളിക്കുന്ന മറ്റു പേരാണ് ഗസ്റ്റേഷൻ എന്ന് പറയുന്നത്. എത്ര മാസം മൊത്തമുള്ളത്? 9 മാസം എന്ന് പറയുന്നത്. ഏകദേശം 270, 275 to 80 days അല്ലെ? അപ്പൊ ഈ ഇത്രയും ദിവസം നിൽക്കുന്ന 9 മാസത്തെ നമ്മൾ 3 ആക്കി മാറ്റാം. 3 മാസങ്ങളാക്കി മാറ്റാം. ഓക്കെ. ഓരോ 3 മാസത്തെയും വിളിക്കുന്ന പേരാണ് ട്രൈമസ്റ്റർ എന്ന് പറയും. ആദ്യത്തെ 3 മാസത്തെ ഫസ്റ്റ് ട്രൈമസ്റ്റർ, 2ാമത്തെ 3 മാസത്തെ സെക്കൻഡ് ട്രൈമസ്റ്റർ, 3ാമത്തെ 3 മാസത്തെ തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയും. ഓക്കെ. അപ്പൊ ഈ എംബ്രിയോണിക് ഡെവലപ്മെന്റ് വിളിക്കുന്നവരാണ് ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റേജ് കുഞ്ഞുവാവ പൂർണ്ണമായും ഡെവലപ്പ് ചെയ്തു. 9ാമത്തെ മാസമായി. അങ്ങനെ 9 മാസം പൂർത്തിയായി. ഇങ്ങനെ 9 മാസം പൂർത്തിയായതിനു ശേഷം കുഞ്ഞുവാവ വജൈന വഴി പുറത്തോട്ട് ഇങ്ങനെ പുറത്തേക്ക് വരിക. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് ഡെലിവറി ഓഫ് ദ ബേബി അല്ലെങ്കിൽ പാർച്ചുറേഷൻ അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് എന്ന് പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? റീപ്രൊഡക്റ്റീവ് ഇവന്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഇതാണ് ചാപ്റ്റർ. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. ഇനി ഇതിന്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ. റീപ്രൊഡക്റ്റീവ് ഇവന്റിന്റെ ഫ്ലോ ചാർട്ട് ആണ് എക്സാമിന് പിന്നീട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇതേ ഫ്ലോ ചാർട്ടുകളായിട്ട് എഴുതുക. ആദ്യം എന്താണ്? ഗാമിറ്റോജെനസിസ്, അടുത്തത് ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ക്ലീവേജ്, ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ്, ഇംപ്ലാന്റേഷൻ, ജസ്റ്റേഷൻ, പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഡെലിവറി. ഈ 2 ടേംസ് ടെക്സ്റ്റ് ബുക്കിൽ പിന്നീടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളത് വെച്ചിട്ടായിരിക്കും ഫ്ലോ ചാർട്ട് ചോദിക്കുക. ആകെ ഡിസോർഡർ ആക്കി തന്നിട്ട് നിങ്ങളോട് ഓർഡർ ആക്കാനൊക്കെയാണ് ചോദിക്കുക. അപ്പൊ ഏതൊക്കെയാണ്? ഗാമറ്റോജെനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ, ജസ്റ്റേഷൻ, ഡെലിവറി. ഇതോടുകൂടി NV ബയോളജി ക്ലാസ്സസിന്റെ ഈ വീഡിയോ ലെസൺ അവസാനിക്കാം. ചാപ്റ്ററിന്റെ അടുത്ത ഭാഗങ്ങളുമായി മറ്റൊരു വീഡിയോ ലെസണിൽ കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനൊരു വീഡിയോ ലെസൺ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും, ഇമെയിൽ ആയിട്ട് വരും. മറ്റൊരു വീഡിയോ ലെസണിൽ കാണുന്നതുവരെ ടേക്ക് കെയർ. ബൈ.